ഹലോ കൂട്ടുകാരെ, റിട്ടേൺ ഇൻവേർഡ്സ്, റിട്ടേൺ ഔട്ട്വേർഡ്സ്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, ഇത് തമ്മിൽ പലർക്കും ഇപ്പോഴും ഒരു ഡൗട്ടാണ്. എന്താണ് റിട്ടേൺ ഇൻവേർഡ്സ്, എന്താണ് റിട്ടേൺ ഔട്ട്വേർഡ്സ്, പർച്ചേസ് റിട്ടേൺ ആണോ റിട്ടേൺ ഇൻവേർഡ്സ്, അതോ സെയിൽസ് റിട്ടേൺ ആണോ റിട്ടേൺ ഔട്ട്വേർഡ്സ്? പലർക്കും പല കൺഫ്യൂഷനാണ്. ഇന്ന് നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ മൊത്തത്തോടെ അങ്ങ് മാറ്റാം. ഓക്കെ, പർച്ചേസ് റിട്ടേൺ എന്താണ്? അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങി അത് തിരിച്ചു കൊടുത്തു, പർച്ചേസ് ചെയ്തു, അത് തിരിച്ചു കൊടുത്തു, അത് പർച്ചേസ് റിട്ടേൺ അല്ലേ? ഇനി റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തോട്ട് അല്ലേ? ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട്. അപ്പോൾ റിട്ടേൺ ഔട്ട്വേർഡ്സ്, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാലാണല്ലോ അത് പുറത്തോട്ട് കൊടുക്കാൻ പറ്റൂ അല്ലേ? അപ്പോൾ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്തായിരിക്കും? പർച്ചേസ് റിട്ടേൺ തന്നെയാണോ റിട്ടേൺ ഔട്ട്വേർഡ്സ്? ഒരു സാധനം പുറത്തോട്ട് നമ്മൾ റിട്ടേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് വാങ്ങിയിരിക്കണം. അതുകൊണ്ട് റിട്ടേൺ ഔട്ട്വേർഡ്സ്, ഓൾസോ നോൺ ആസ് പർച്ചേസ് റിട്ടേൺ, അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേണിനെ തന്നെയാണ് റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറയുന്നത്. ഇനി സെയിൽസ് റിട്ടേൺ, ഒരു സാധനം നമ്മൾ സെയിൽ ചെയ്തു, അത് ആ കസ്റ്റമർ തിരിച്ചു തന്നു, അതെന്താ? സെയിൽസ് റിട്ടേൺ. ഓക്കെ, ഇനി റിട്ടേൺ ഇൻവേർഡ്സ് അകത്തോട്ടാണ് വരുന്നത് അല്ലേ? ഇൻവേർഡ്സ്, ഇപ്പോൾ ഒരു സാധനം പുറത്തോട്ട് കൊടുത്താലല്ലേ അത് തിരിച്ചകത്തോട്ട് വരൂ. അപ്പോൾ അതാണ് സെയിൽസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേർഡ്സ്. നമ്മൾ പുറത്തോട്ട് കൊടുത്തത് തിരിച്ചകത്തോട്ട് വരുന്നു, സെയിൽസ് റിട്ടേൺ. അപ്പോൾ റിട്ടേൺ ഇൻവേർഡ്സിനെ സെയിൽസ് റിട്ടേൺ എന്നും പറയാം, അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ തന്നെയാണ് റിട്ടേൺ ഇൻവേർഡ്സ്. കൂടുതൽ വീഡിയോയ്ക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ലൈക്കും